കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിനാം പുത്തുലഞ്ഞി ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം ആനകേറാമേറ്റിൽ ഇനി ആയിരത്തിരി കൊളുത്ത ഇനിയുമീ കഥകളിൽ ഇളവേൽക്കാൻ പോകാം. ഹായ്, ഞാൻ കൺമണി. ഞാൻ മാവേലിക്കര അറുന്നൂറ്റുമംഗലം സ്വദേശിനിയാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഞാൻ താമസിക്കുന്നത്. ശ്രീ സ്വാതിരുനാൾ ഗവൺമെൻറ് മ്യൂസിക് കോളേജിൽ PG സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ് ഞാനിപ്പോൾ. ജന്മന ഇരു കൈകളുമില്ല, എന്നാൽ ചെറുപ്പം മുതൽ തന്നെ കലോത്സവ വേദികളിൽ സജീവമായിരുന്നു കൺമണി. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മ്യൂസിക്കിലാണ്. പക്ഷേ ഞാൻ കൂടുതലും ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ് ചെയ്യും. മ്യൂറൽ പെയിൻറ്റിങ്സ്, വാട്ടർ കളർ, അക്രിലിക്ക്, പിന്നെ എന്താ പറയുക, കുറച്ച് ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യും. നെറ്റിപ്പട്ടം, തിടമ്പ് ഒക്കെ ചെയ്യും കൂടുതൽ. പിന്നെ മ്യൂറൽ പെയിൻറ്റിങ്സ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ളൊരു മേഖലയാണ്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. സ്വന്തം കാലുകൾ തന്നെയാണ് കൺമണിക്ക് കൈകൾ. രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി വേദികളിൽ ഇതിനോടകം ശബ്ദ സാന്നിധ്യമറിയിച്ച കൺമണി ചിത്രകലയിലും തൻ്റെതായ ഇടം കണ്ടെത്തിയ കലാകാരിയാണ്. കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതിലും കൺമണി മിടുക്കിയാണ്. ചിത്രരചനയിൽ തന്നെ മ്യൂറൽ ആർട്ടിലാണ് കൺമണിക്ക് കൂടുതൽ കമ്പം. പരിമിതികളുടെ കഥ പറയാനില്ല. കൺമണി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. തന്നെ അറിയുന്നവർക്ക് മുഴുവൻ പ്രചോദനമാണ് ഈ കലാകാരി. നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് അതുവഴി നമ്മുടെ ലൈഫിലൊരു സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. വീട്ടുകാരുടെ കണ്ണാണ് കൺമണി. 10ാം ക്ലാസ് മുതൽ പരീക്ഷയ്ക്ക് സഹായിയെ വെക്കാറില്ല. ഡിഗ്രി പരീക്ഷയും കൺമണി കാലുകൾ കൊണ്ടാണ് എഴുതിയത്. ഉടുപ്പിടുന്നതും മുടി കെട്ടുന്നതും ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും കൺമണി സഹായമില്ലാതെ ചെയ്യും. ജന്മനാ കൈകളില്ലാത്തൊരു പെൺകുട്ടി തൻ്റെ ജന്മസിദ്ധമായ കഴിവുകൊണ്ട് സദസ്സിനെ ആകെ പിടിച്ചിരുത്തുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളൊക്കെയും ശുദ്ധമായ ആലാപനത്തിലൂടെ തിരികെ പിടിക്കുമെന്ന് ഉറപ്പാണ്. വീഡിയോ ജേർണലിസ്റ്റ് അഭിജിത്തിനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.